പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുന്നതിന് 2 മാസം മുമ്പേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് 2 മാസക്കാലം മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ, അള്ളാഹുവേ റജബിൽ നീ ബർക്കത്ത് ചെയ്യണം, ശഅബാനിൽ നീ ബർക്കത്ത് ചെയ്യണം. പടച്ചവന് വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ ആ റമളാനിൽ നോമ്പ് പിടിക്കുവാനും ആ റമളാനിൽ നന്മകൾ ചെയ്യുവാനുള്ള ആഫിയത്തും ആരോഗ്യവും ആയുസ്സും എനിക്ക് നൽകണേ എന്ന് എൻ്റെ പ്രിയ ദാനം നൽകാതെ വന്നാൽ അള്ളാഹു ആദരിച്ചതിനെ നിന്ദിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താ? അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിനെ ആദരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ എങ്ങും പോകണ്ട, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സാക്ഷാൽ ഇബ്ലീസിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ, ആ മലക്കുകളുടെ ഉസ്താദായി അവരുടെ നേതൃത്വ സ്ഥാനം വഹിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ, അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ, ആദം നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ നീ സുജൂദ് ചെയ്യ്, ആദമിന് നിന്നെക്കാളും ശ്രേഷ്ഠതയുണ്ട്, ആദമിന് നിന്നെക്കാളും അറിവുണ്ട്, അതുകൊണ്ട് ആദമിനെ നീ സുജൂദ് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അസാസീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവായ അവനോട് അല്ലാഹു പറയും. അവൻ പറഞ്ഞ മറുപടി, പടച്ചവനെ, എന്നെ നീ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, ആദമിനെക്കാളും ശ്രേഷ്ഠത എനിക്കാണ് പടച്ചവനെ, അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല. അപ്പൊ അല്ലാഹു ആദരിക്കാൻ പറഞ്ഞിട്ട് ആദരിക്കാതെ വന്നപ്പോൾ അത്രയും ഉയർന്ന പദവിയും സ്ഥാനവും ഉണ്ടായിരുന്ന അസാസീലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളുവരെ ശപിക്കപ്പെട്ടവനായ രീതിയിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ പേര് പറയുമ്പോൾ, മീകായിലിന്റെ പേര് പറയുമ്പോൾ, അസ്റായിലിന്റെ പേര് പറയുമ്പോൾ, മലക്കുകളുടെ പേര് പറയുമ്പോൾ നമ്മൾ പറയും അവിടെ നമ്മൾ പറയും അസ്റായിൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആദരിക്കും നമ്മൾ. അപ്പൊ ആ ജിബ്രീലിനെക്കാളും ഉയർന്ന സ്ഥാനത്തിരുന്ന അസാസിയിൽ അള്ളാഹുവിന് അള്ളാഹു ആദരിച്ചതിന്, അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിന് ആദരിക്കാതെ വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇബ്ലീസിന് കൊടുത്തിരിക്കുന്ന പേര് ലഅനത്താക്കപ്പെട്ടവൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന്റെ പേര് പറയും അങ്ങനെ പറയണമെന്ന. അപ്പൊ അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അത്രയും തരം താഴുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തരം താഴ്ത്തി. എന്തിന്റെ പേരിൽ? അല്ലാഹു ആദരിച്ചതിന് ആദരിക്കാതെ വന്നപ്പോ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാതെ വന്നപ്പോ അത്രയും ഉയർന്ന പദവിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തരം താഴ്ത്തിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, റജബ് മാസം അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം, ബഹുമാനിക്കണം, അതിന്റെ മഹത്വം മനസ്സിലാക്കണം. മറ്റുള്ള മാസങ്ങളെ പോലെ നിസാരമായി ഈ മാസത്തെ നമ്മൾ കാണാൻ തീരുമാനിച്ചാൽ അതിലൂടെ നമുക്ക് വലിയ നഷ്ടവും വലിയ നാശവും നമ്മളിലേക്ക്, നിന്ദ്യതയും, അവസാനം നമ്മളുടെ ആഖിബത്ത് പോലും മോശമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് പറയുകയാ, ഇത് അല്ലാഹുവിന്റെ മാസമാണ്. ഈ അല്ലാഹുവിന്റെ മാസത്തെ നാം ആദരിക്കണം, അല്ലാഹുവിന്റെ മാസത്തെ നാം ബഹുമാനിക്കണം. അതിന് നൽകേണ്ട സ്ഥാനങ്ങളും അത് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുആയിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ്, അല്ലാഹുവേ റജബ് മാസത്തിൽ നീ ബറക്കത്ത് ചെയ്യണം, ബറക്കത്ത് കിട്ടാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ മാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഈ റജബിനെ നമ്മൾ ആദരിക്കുകയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യാതെ വന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൂടെ നമുക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാതെ വരുമ്പോൾ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതെ വരുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് പ്രവാചകൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാകുന്ന ഒരു ഹദീസാണ്. റവിയ അന്നഹു അലൈഹിസ്സലാം ദഖലൽ മസ്ജിദ ഫർആന ഇമാ ഫഖാല യാ അലി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിയാരി തങ്ങളും പള്ളിക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന ഒരു സ്വഹാബി ഒരു മനുഷ്യനെ കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, ആ കടന്നുറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് ഇബാദത്ത് ചെയ്യുവാൻ വിളിച്ചുണർത്താൻ പറയുകയാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ ചാരത്ത് കടന്നു ചെന്നു. കിടന്നുറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് അവിടെ നിന്ന് നന്മ ചെയ്യുവാൻ അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്മ ഉപദേശിക്കാൻ അവിടുന്ന് നന്മ ഉപദേശിക്കാൻ അവിടുന്ന് വല്ലാത്ത ആഗ്രഹമാണല്ലോ. അങ്ങ് നന്മ ഉപദേശിക്കാൻ മുന്നിട്ട് കിടക്കുന്ന ആളാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങ് പറയാതെ എന്നോട് പറയാൻ പറഞ്ഞത്? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അലിയേ, ഞാനെങ്ങാനും ആ മനുഷ്യനെ പോയി വിളിച്ചുണർത്തിയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറയുമ്പോൾ ആ മനുഷ്യൻ അനുസരിക്കാതെ വന്നാൽ തങ്ങൾ പറയുന്ന, ഞാൻ പോയി വിളിച്ച് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞിട്ട് അനുസരിക്കാതെ വന്നാൽ ആ മനുഷ്യന്റെ കാര്യം അവിടെ നിന്ന് വലിയ പ്രയാസം, അവിടെ നിന്ന് ഈ കുഫറിലേക്ക് പോകുന്നൊരവസ്ഥ. അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോ ഈമാൻ തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ. പക്ഷെ നീയാണെങ്കിൽ അത്രയും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ മനസ്സിലാക്കേണ്ടതാ, അള്ളാഹു ആദരിച്ച കാര്യങ്ങളെ നാം നിന്ദിക്കുന്നതിലൂടെ അനുസരിക്കാതെ വരുമ്പോൾ, പരിഗണിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്ക എന്ന് പറയുന്ന രാജ്യത്തിന്, നാടിന് വല്ലാത്ത മഹത്വമുണ്ട്. മക്കയ്ക്കും മദീനയ്ക്കും വല്ലാത്ത സ്ഥാനമുണ്ട്, വലിയ മഹത്വമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ താമസിക്കാതെ തായിഫിന്റെ പരിസരത്താണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പോയി താമസിക്കുന്നത്. എന്തുകൊണ്ടാ അടുത്ത് കിടക്കേണ്ട മക്കത്ത് കിടക്കാതെ ഇത്രയും ദൂരെ പോയി കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, അല്ലാഹു ആദരിച്ച നാട്, അല്ലാഹു ഇഷ്ടപ്പെട്ട നാട്, അല്ലാഹു ആദരിക്കണമെന്ന് പറഞ്ഞ നാടാണോ മക്ക, മദീന. അപ്പൊ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. ഈ നാടിന് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കാതെ വരുമ്പോൾ അനാദരവ് കാണിക്കുന്നതിലൂടെ എനിക്ക് വലിയ നഷ്ടമുണ്ടാകും. എൻ്റെ ആക്കിബത്തും എൻ്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോകാൻ അതൊരു കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ നാടിന് പുറത്തുപോയി താമസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നു. ഈ റജബ് മാസത്തിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തെറ്റുകളിൽ നിന്ന് ഒഴിയാൻ തീരുമാനിക്കൂ. പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അള്ളാഹുവിന്റെ മാസമാണിത്. ഈ മാസത്തെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന്, വലിയ വലിയ പാപങ്ങൾ ചെയ്യാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള മാസങ്ങളെ പോലെ നിസാരമായി കാണാതെ ഈ മാസം അള്ളാഹുവിന്റെ മാസമാണെന്ന് കരുതിയിട്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയണം. നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഈ മാസത്തെ നമുക്ക് ആദരിക്കാൻ കഴിയണം. അങ്ങനെ ആദരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നത് പോലെ ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ നമ്മളെ കൊണ്ട് കഴിയും. റജബ് മാസമായത് അള്ളാഹുടെ മാസമാ. അള്ളാഹുടെ മാസത്തിലാണോ നിസ്കരിക്കാതെ നടക്കുന്നത്? അള്ളാഹുവിന്റെ മാസത്തിലാണോ നോമ്പ് പിടിക്കാതെ നടക്കുന്നത്? അള്ളാഹുവിന്റെ മാസത്തിലാണോ നീ ഖുർആൻ ഓതാതെ നടക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ വലിയ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിന്റെ ബഹുമാനം കൊണ്ട് നമുക്ക് കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം, അധികമായിട്ട് ഈ മാസത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണം.
നന്മകൾ അധികരിപ്പിക്കണം. അള്ളാഹുവിന്റെ മാസം കടന്നു വന്നിട്ട് നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നിസ്കരിക്കണം, പകല് നോമ്പ് പിടിക്കണം, ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യണം. അതിനുള്ള ഒരു ട്രെയിനിങ് ആയിട്ട്, ഒരു മുന്നൊരുക്കമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹ് റമദാൻ വരുമ്പോൾ വന്ന് 20 റക്അത്ത് നിസ്കരിക്കാൻ വലിയ പ്രയാസം. അപ്പോൾ അൽഹംദുലില്ലാ റമദാൻ മാസം വരുന്നതിന് മുമ്പ് തന്നെ തഹജ്ജുദ് നിസ്കരിക്കുക, അതുപോലെ തന്നെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക, ചെറിയ ചെറിയ നോമ്പുകൾ പിടിക്കുക, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുക. റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നോമ്പുകൾ പിടിക്കുക. ഇങ്ങനെ നമുക്ക് റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ കഴിയും. അതിനുള്ള മുന്നൊരുക്കം എന്ന രീതിയിൽ നന്മകൾ അധികമായിട്ട് ചെയ്യണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ റമദാൻ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നടത്തമല്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, നമ്മൾ ഒരുങ്ങണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത് റജബ് മാസം. ഈ റജബ് മാസത്തിൽ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് എത്രയോ സൂറത്തുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖത്തമോദാൻ കഴിയുന്നവർ ഖത്തമോദ്. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് ഓതാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ള ഓതലല്ല. മൊബൈൽ എടുത്തു വെച്ചിട്ടുള്ളത് ഓതലാണ് ഇപ്പോൾ കൂടുതലും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് നോക്കി ഓതിയാൽ 2 പ്രതിഫലം, 1 നോക്കി ഓതിയ പ്രതിഫലവും 2 ഓതിയ പ്രതിഫലവും. എന്നതൊക്കെയാണ് പല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ മാറിപ്പോകുന്നു. ഇപ്പൊ ദിക്റും ദുആകളും മൊബൈൽ കൂടെ ഇങ്ങനെ ഓതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്മകൾ അധികരിപ്പിക്കാനുള്ള ഖുർആൻ ഓത്, സ്വലാത്തുകൾ പറ, എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് മജ്ലിസിനൂർ പാരായണം ചെയ്യുക, ഹദ്ദാദ് ഓത്, സൂറത്തുൽ വാഖിയ ഓത്, അൽഹംദുലില്ലാ കുറച്ച് ദിക്റുകൾ പറ, അസ്തഗ്ഫിറുല്ലാഹ് പറ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അൽഹംദുലില്ലാ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ റമദാൻ വരുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും റമദാനിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയും. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മൂന്നാമതായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവാചകൻ നോമ്പ് പിടിച്ച മാസമാണ് റജബ് മാസം. നോമ്പ് പിടിക്കണം. റമദാൻ വരുമ്പോഴത്തേക്ക് നോമ്പ് പിടിച്ചിട്ട് ഭയങ്കര ക്ഷീണം, പടച്ചവനെ തൊണ്ട എന്ന് പറയേണ്ട അവസ്ഥ ഇല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമദാനിന് വേണ്ടിയുള്ള നോമ്പുകൾ നമുക്ക് പിടിക്കാൻ കഴിയണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ തീരുമാനിക്കണം. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുക്കേണ്ട മാസമാണ് റജബ് മാസം. അള്ളാഹുവിന്റെ മാസത്തിലാണ് നമ്മൾ സദഖ കൊടുക്കേണ്ടത്. റമദാനിൽ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ, അതിനിപ്പോ കോടികൾ കൊടുക്കണമെന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ പാവങ്ങൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും യതീംഖാനകൾക്കും രോഗികൾക്കും വിധവകൾക്കും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ പള്ളികളിലും ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്ക്. അള്ളാഹു ആദരിച്ച മാസത്തെ ആദരിക്ക്, നിന്ദിക്കാൻ പാടില്ല. നിന്ദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം, നന്മകൾ അധികമായിട്ട് ചെയ്യണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് പിടിച്ച റജബ് മാസമാണ്. ഈ മാസത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നോമ്പ് പിടിക്കുക. 4, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സദഖ ചെയ്യാൻ കഴിയണം. അള്ളാഹുവിന്റെ മാസത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, ചെറുതാകട്ടെ വലുതാകട്ടെ, രഹസ്യമായിട്ടാകട്ടെ പരസ്യമായിട്ടാകട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സദഖ കൊടുക്കണം. 4, 5-ാമത്തെ കാര്യം, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തമിറു ഫി റജബ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഉംറ ചെയ്തിരുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തിൽ ഉംറ ചെയ്തിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്യാൻ കഴിയുന്നവർ പരിശുദ്ധമായ റജബ് മാസത്തിൽ, അള്ളാഹുവിന്റെ മാസത്തിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനം കാണാൻ പോകണം.
അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്യണം പരിശുദ്ധമായ റജബ് മാസത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിവിന്റെ പരമാവധി പോയി ചെയ്യാൻ കഴിയുന്നവർ, നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും അൽഹംദുലില്ലാഹ് ഞാൻ ഉംറയ്ക്ക് പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്ന സമയത്താണ് ഈ രോഗം കടന്നു വന്നത്, ഈ വൈറസ് വന്നത്. എത്രയോ പേര് ഇന്നലെയും ആരോ ചോദിച്ചു, ഉസ്താദെ ഉംറയ്ക്ക് പോകേണ്ട വലിയ ആഗ്രഹം എപ്പോഴാ പോകുന്നത്? ഇന്നലെ നസീർക്കാൻ തോന്നുന്നു, ഇന്നലെ പാലക്കാട് പോകുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ നമ്മുടെ കൂടെ ഉംറയ്ക്ക് വരാൻ തീരുമാനിച്ചിരുന്നവരാ. വലിയ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനം നടത്തുന്ന വടക്കാഞ്ചേരിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് നസീർ സാഹിബ്, അദ്ദേഹം ഇന്നലെയും ചോദിച്ചു, ഉസ്താദ് എപ്പോഴാ ഇതൊക്കെ ഒന്ന് വരിക, ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് പോയ ഇൻഷാ അല്ലാഹ്. വല്ല ആളെ കൂട്ടിയൊന്നും പോകാനില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കെങ്കിലും, സാധാരണ പോകുമ്പോൾ ആളെ കൂടെ കൊണ്ടുപോകും. എന്നെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഒറ്റയ്ക്കെങ്കിലും പോയി ഒന്ന് ചെയ്യാൻ പറ്റിയാൽ ഒന്ന് പോകണമെന്നുള്ള ആഗ്രഹത്തോടാണ് ഇൻഷാ അല്ലാഹ് ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. കാരണം എല്ലാ വർഷവും പോയി കഅബ കാണുന്നതാണ്. കുറെ നാളുകളായിട്ട്, ഇപ്പോൾ വർഷങ്ങളായിട്ട്, 2 കൊല്ലമാകുന്നു ഒന്ന് പോകാൻ ഒരു ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഒക്കെ എല്ലാവർക്കും അവിടെ എത്താൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് മാസം, അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉംറ ചെയ്യാൻ കഴിയുന്നവർ, പുറത്തൊക്കെ കഴിയുന്നവർക്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉംറ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും ചെയ്യാൻ കഴിയുന്നവർ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ പോയി ഉംറ ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്റെ പൊന്നാര സിറാജ് ഉസ്താദെ, ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, പൈസ ഉണ്ടെങ്കിൽ ഇപ്പൊ പോകാൻ പറ്റൂലല്ലോ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നമുക്ക് മക്കത്ത് പോയി ഉംറ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന എത്രയോ നന്മകൾ ചെയ്യാൻ കഴിയും. ഇപ്പൊ മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യാൻ പറ്റൂല, കാരണം ഇന്നത്തെ സാഹചര്യം അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ പോയി ഉംറ ചെയ്യാൻ പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, സമയമില്ലാത്തവരുണ്ട്. എന്റെ പൊന്നു സഹോദര, പൈസ ചെലവില്ലാതെ ഉംറയുടെ പ്രതിഫലം കിട്ടൂലേ? അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ഉംറ ചെയ്യണ നാളെ പറ, നിങ്ങൾ ഉംറ ചെയ്യണ, നാളെ ഉംറ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉംറയുടെ പ്രതിഫലം നേടിയെടുക്കാനുള്ള വഴിയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉംറയുടെ പ്രതിഫലം കിട്ടാനുള്ള വഴി എന്താ? മക്കത്ത് പോയി ഉംറ ചെയ്യാൻ കഴിയുന്നില്ല ഉസ്താദേ എന്ന് പ്രയാസപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്തിരുന്ന് ഉംറ ചെയ്യാം. എങ്ങനെയാ ഉംറ ചെയ്യേണ്ടത്? നാളെ രാവിലെ പായിപ്പാട്, നാളെ രാവിലെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിക്കുന്നു, അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് ബാങ്ക് വിളിച്ചു, ഒതുവെടുത്തു, പള്ളിയിൽ വന്നു. അൽഹംദുലില്ലാഹ്, സുബഹി നമസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാ. ഉറങ്ങണം പലർക്കും ഉറങ്ങണം, പലർക്കും നടക്കാൻ പോകണം, തിരക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരക്കൊന്നുമില്ല. ആ സുബഹി നമസ്കരിച്ച മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക. ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് നിസ്കരിച്ച സ്ഥലത്തിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. അവിടെ ഇരുന്നു കൊണ്ട് നീ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാഹ് നീ ദിക്റുകൾ പറ. ആ മജ്ലിസിൽ, ആ പള്ളിയുടെ മുസല്ലയിൽ, ആ വീടിന്റെ മുസല്ലയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയും അവിടെ നിന്ന് ദിക്റുകൾ പറയുകയും സ്വലാത്തുകൾ പറയുകയും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അദ്കാറുകൾ പറഞ്ഞുകൊണ്ട് അതേ സ്ഥലത്തിരുന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂര്യൻ ഉദിക്കുന്ന സമയം, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു 2 റക്അത്ത് നീ നിസ്കരിക്കുക. ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ദുഹാ നിസ്കാരം. അപ്പൊ സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഖുർആൻ ഓതി ദിക്റുകൾ പറഞ്ഞു. അങ്ങനെ പോയിരുന്ന് കിടന്ന് ഉറങ്ങാ. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം അത് നല്ലതല്ല, ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലരൊക്കെ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ ഓതുന്ന കാണായിരുന്നു കൊണ്ട് മൊബൈൽ ഓതും, നമ്മൾ ഉറങ്ങും. അതുകൊണ്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഈ റജബ് മാസത്തിൽ എത്ര ഉംറ ചെയ്യാം, എത്ര ഉംറ നമുക്ക് ചെയ്യാം. പൈസ മുടക്കി നമുക്ക് മക്കത്തും മദീനത്തും പോകാൻ പറ്റിയില്ലെങ്കിലും സുബഹി നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചൊരു 10 സൂറത്ത് പാരായണം ചെയ്തു. കയ്യിൽ തസ്ബീഹ് പിടിച്ചുകൊണ്ടിരുന്ന് കുറേ ദിക്റുകൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് പറഞ്ഞു. ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുമ്പോ എന്റെ
എൻ്റെ പ്രിയപ്പെട്ടവരെ 2 റക്അത്ത് ദുഹാ നിസ്കരിക്ക്, നിനക്കൊരു ഉംറയുടെ കൂലിയുണ്ടെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമുക്കപ്പോൾ ഉംറ ചെയ്ത പ്രതിഫലം നേടാൻ കഴിയും. ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ നേട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കുവാൻ ഇതുപോലെയുള്ള വഴികൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം നാം അതൊക്കെ ചെയ്തുകൊണ്ട് ആ സൽക്കർമ്മങ്ങൾ മുഴുവനും നേടി പ്രതിഫലങ്ങൾ നേടി അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുവാനുള്ള പരിശ്രമങ്ങളാണ് നാം നടത്തേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ മാസത്തെ ആദരിക്കാൻ കഴിയണം, ഈ മാസത്തെ ബഹുമാനിക്കാൻ കഴിയണം. ഈ മാസത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കി അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനോട് ഈ ദുആ പഠിച്ചു വെക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാകട്ടെ കൂട്ടമായിട്ടാകട്ടെ നിസ്കാരം കഴിഞ്ഞിട്ടാകട്ടെ ചോദിക്കുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, നീ റജബ് മാസത്തിൽ എനിക്ക് ബറക്കത്ത് തരണേ അല്ലാ. ബറക്കത്ത് എന്ന് പറയുന്ന സാധനം ഇല്ലാതെ പോയാൽ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല. കോടിക്കണക്കിന് രൂപയുള്ളവൻ കയറിക്കിടക്കാൻ സ്വന്തമായിട്ട് കൊട്ടാരമുള്ളവൻ, സഞ്ചരിക്കാൻ വാഹനമുള്ളവൻ, എന്റെ പ്രിയപ്പെട്ടവരെ സുന്ദരിയായ ഭാര്യ കൂടെയുണ്ട്, മക്കളുണ്ട്. പക്ഷേ അള്ളാഹു തന്നത് നിലനിർത്തിയില്ലെങ്കിൽ, ബറക്കത്തില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്നുമില്ലാത്തവനെ പോലെയുള്ള ജീവിതം. ഒരല്പം ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും അൽഹംദുലില്ലാ അതിലൊരു ബറക്കത്തുണ്ടെങ്കിൽ എന്ത് സന്തോഷമാ. അല്പമാണ് കഴിക്കുന്നതെങ്കിലും വയറ് നിറയുകയാണ്, അതിനകത്തൊരു ആനന്ദവും ഒരു അനുഭൂതിയും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ അൽഹംദുലില്ലാ ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബറക്കത്ത് ചോദിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞ മാസമാണ് റജബ് മാസം. അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്ക്, അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്ക്, അള്ളാഹുവിനോട് ആഫിയത്തും ആരോഗ്യവും ചോദിക്ക്. റമളാനിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആദരിച്ച ഈ മാസത്തെ, അല്ലാഹു ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ഈ മാസത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അതിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഓരോ ദിവസം കഴിയും തോറും സാമ്പത്തികമായി വളരെ പ്രയാസത്തിലൂടെ എങ്ങനെയെങ്കിലും അൽഹംദുലില്ലാ ഇതൊന്ന് കെട്ടിയടച്ചതിനകത്ത് കയറി നിസ്കരിക്കണമെന്നുള്ള ഒരു നാടിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറുതാകട്ടെ വലുതാകട്ടെ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമില്ല. ഇത് കൊടുക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പണിയുന്നതിന് വേണ്ടിയാ നിങ്ങൾ ഈ കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യമാണ്. മൻബന, ആരെങ്കിലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടിക്കൊടുത്താൽ അത് ചെറുതാകട്ടെ കൊട്ടാരമാകട്ടെ വലുതാകട്ടെ എന്തുമാകട്ടെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം, ഈ പള്ളി എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അൽഹംദുലില്ലാ ഇത് വഖഫ് ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ഈ പള്ളിക്കകത്ത് ഖിയാമത്ത് നാളുവരെ കയറി നിസ്കരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സിമന്റ് വാങ്ങിച്ചു കൊടുത്തവനാണെങ്കിലും ഒരു കല്ല് വാങ്ങിക്കൊടുത്തവനാണെങ്കിലും അതിന്റെ ഒരു പ്രതിഫലം നിന്റെ ആഖിറത്തിലേക്ക്, നിന്റെ ഖബറിലേക്ക്, നിന്റെ പരലോകത്തേക്ക്, നിന്റെ മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് കിട്ടുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളി നാളെ സ്വർഗത്തിലാ. ഈ ദുനിയാവിലുള്ള സർവ്വ പള്ളികളും അത് സ്വർഗത്തിലാണ്. പള്ളി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അത് വെറുതെ പോകാറില്ല. ചില ആൾക്കാരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും. ആ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തെ എണ്ണി പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു വിഭാഗമാണ് പള്ളി പണിയുന്നതിന് വേണ്ടി സദഖ കൊടുത്തവർ. നമ്മുടെ മക്കൾ മറന്നാലും, നമ്മുടെ ഭാര്യ മറന്നാലും, നമ്മുടെ ഭർത്താവ് മറന്നാലും, നമ്മുടെ കൂടപ്പിറപ്പ് മറന്നാലും, യൗമ യഫിറുൽ മർഉ മിൻ അഖീ
വഉമ്മിഹി വഅബീ വസ്വാഹിബതിഹി വബനീ. ആരൊക്കെ നമ്മളെ തിരിഞ്ഞു നോക്കാതെ വന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, പായിപ്പാട് പള്ളി പണിയുന്നതിന് വേണ്ടി ഒരു ചാക്ക് സിമെന്റിന്റെ പൈസ കൊടുത്തിട്ടുണ്ടോ, ഇൻഷാ അല്ലാഹ് ഈ പള്ളിക്കകത്തിരുന്നു കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ വലിയ പള്ളി പണിയുന്നേ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. എന്തിനാണ് വലിയ പള്ളി പണിയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പള്ളിക്ക് പൈസ തന്നവരില്ലേ? നോക്ക്, എന്തിനാണ് ഇത്രയും വലിയ പള്ളി പണിയുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്കുള്ള മറുപടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയൊക്കെയോ ഇരുന്നു കൊണ്ട് ആൾക്കാർ ഈ പള്ളിക്ക് വേണ്ടി ചെറുതും വലുതുമായിട്ട് സദക്ക തരുന്നു. അവരൊക്കെ ഇരിക്കണമെങ്കിൽ പള്ളി വലുത് വേണ്ടേ? എന്താ ശരിയാണ്? നിങ്ങൾ എന്താ പ്രമാണം എഴുതുന്ന? കുഴപ്പമില്ല. എങ്ങനെ എടാ, ചെറുതും വലുതുമായിട്ട് ഇന്ന് വരെ കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഈ പള്ളിക്ക് വേണ്ടി. അപ്പൊ ഈ പള്ളിക്കകത്ത് വലിയ പള്ളിയാണെങ്കിലല്ലേ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ, തമിഴ്നാടും അവിടെയും ആന്ധ്രാപ്രദേശും എവിടെയെല്ലാം കിടക്കുന്നവർ, സൗദി കിടക്കുന്നവർ, ലണ്ടനിൽ കിടക്കുന്നവർ വരെ പൈസ തന്നിട്ടുണ്ട്. അപ്പൊ ഈ തന്നവരെയൊക്കെ ഈ പള്ളിക്കകത്ത് ഇരുത്തണമെങ്കിൽ ഇത്തിരി വലിയ പള്ളി വേണ്ടേ? അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഈ പള്ളിക്കകത്തിരുന്നു കൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ വലിയ പള്ളി വേണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, എന്നെ പ്രിയപ്പെട്ടവരെ, പലരും ചോദിക്കുന്നു, നമ്മുടെ ഇതിന്റെ സൗകര്യം ഇത്രയും വലിയ പള്ളി ഇരിക്കുമ്പോഴും ഇവിടെ എങ്ങനെയാ നിസ്കാരം നടക്കുന്നത്? ഇന്റർലോക്കിന്റെ മുകളിൽ ഈ കാണുന്ന ഷട്ടി, ഇതിന്റെ ഒരു വീഡിയോയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. കാരണം ഇതിന്റെ ദയനീയമായ അവസ്ഥ, നമ്മൾ ഇതിനകത്താണ് നിസ്കരിക്കുന്നത് എന്നുള്ള പരിതാപകരമായ ഒരു അവസ്ഥ. അപ്പൊ ഇതൊക്കെ കാണിച്ചു കൊടുത്താൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു ആരെയെങ്കിലും പറഞ്ഞല്ലോ, എവിടെന്നെങ്കിലും ആരെങ്കിലും അള്ളാഹു കൊണ്ടുവരും. അംബാനിമാരൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആൾക്കാർ മതിയല്ലോ. പലതുള്ളി പെരുവെള്ളം, എല്ലാവർക്കും പ്രതിഫലം കിട്ടണം. എല്ലാരും ചോദിക്കും, പിന്നെ പിരിവെടുത്തിട്ടാണോ പള്ളി കെട്ടേണ്ടത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പിരിവെടുത്തിട്ടല്ലേ ഇപ്പൊ കെട്ടിയ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ സമയം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, നബിയെ, ഞാനുണ്ട് നബിയെ. സഹാബത്ത് കൊടുത്തിട്ടല്ലേ, എല്ലാവരും കൊടുത്തിട്ടല്ലേ ഇന്ന് എല്ലാ പള്ളികളും പിരിവുകളും മറ്റുള്ള കാര്യങ്ങളിലൂടെ എല്ലാവർക്കും പ്രതിഫലം കിട്ടണം. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് അൽഹംദുലില്ലാഹ് ഈ പള്ളി പണിയുന്നതിൽ നിങ്ങളും പങ്കാളികളാവുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് ആത്മാർത്ഥമായിട്ട് ഈ പള്ളിയിലെ ഏത് മജ്‌ലിസിലാണെങ്കിലും അൽഹംദുലില്ലാഹ് ദുആ ചെയ്യുമ്പോൾ ഈ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർ നമ്മൾ മറന്നു പോകാറില്ല, ദുആയിൽ ഉൾപ്പെടുത്തും. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ ഉദ്ഘാടനം നടത്തുമ്പോൾ ഇവരെയൊക്കെ വിളിക്കാം. പള്ളിയുടെ ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് ഇവരൊക്കെ വിളിച്ചു കൂട്ടണം എന്നായിരിക്കും. അന്നിപ്പോ ഇവിടെ ഉള്ളവർക്കൊന്നും സ്ഥാനം കാണത്തില്ലായിരിക്കില്ല. ഇവിടെ നിന്നൊക്കെ ആള് വരേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അന്ന് ഇവിടെ സ്ഥലം വലിയ ആളായിരിക്കും. നിങ്ങളൊക്കെ പുറത്തു പോകും, കമ്മിറ്റിക്കാരൊന്നും കാണൂല, നമുക്ക് ഒന്നും സ്ഥലം ഉണ്ടാവത്തില്ല. എല്ലാവരെയും വിളിച്ചു കൂട്ടി അൽഹംദുലില്ലാഹ് ചെയ്യേണ്ടത്. നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള എല്ലാവരെയും അൽഹംദുലില്ലാഹ് പള്ളിയുടെ ഉദ്ഘാടന സമയത്ത് വിളിക്കണം, അവരെയൊക്കെ അറിയിക്കണം. അൽഹംദുലില്ലാഹ് അവർക്ക് കാണാനുള്ള ഒരു അവസരം 2-3 ദിവസം അവരെ കാണാൻ വേണ്ടി തന്നെ കൊടുക്കണം. കാരണം അൽഹംദുലില്ലാഹ് അതൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും സത്യം പറഞ്ഞ രാത്രി പരിപാടിയൊന്നുമില്ല. വൈഫിന് 9 മാസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കണ ഞാൻ ഈ സമയത്ത് പോലും അൽഹംദുലില്ലാഹ് ഞാനും ഇന്നത്തെ ഈ മജ്‌ലിസിലെ ദുആ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കരുണക്കടലായ പടച്ച റബ്ബ് ഒരു പ്രയാസവുമില്ലാതെ സുഖപ്രസവം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കുളിർമയുള്ള സ്വാലിഹായ ഒരു പൊന്നുമോൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് പൊന്നുമോളെ 2 ആൺപിള്ളേരല്ലേ, അൽഹംദുലില്ലാഹ് ഒരു പെൺകുട്ടിയെ കിട്ടണമെന്ന് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നല്ല പേരിടണം. അൽഹംദുലില്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു പെൺകുട്ടിയെ തരത്തുള്ളൂ. അൽഹംദുലില്ലാഹ് മനസ്സിന്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നല്ലൊരു മക്കൾ. അൽഹംദുലില്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിനോട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പഠിച്ചവരാ. ഇൻഷാ അല്ലാഹ് ഒരു അൽഹംദുലില്ലാഹ് ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കണം.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റജബ് മാസം വിത്തിറക്കാനുള്ള മാസമാണെന്ന് പറയുന്നത് ഹദീസിന്റെ കിതാബുകളിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ നനയ്ക്കാനുള്ള മാസം, റമളാൻ കൊയ്യാനുള്ള മാസം. അതാ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നപ്പോ കൃഷി ഇറക്കണം, വിത്തിടണം. വിത്തിറക്കാനുള്ള മാസമാണ് റജബ് മാസം. വിത്തുകൾ അൽഹംദുലില്ലാ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, തുടക്കം കുറിക്കണം. റമളാൻ എന്ന് പറയുന്ന മാസത്തിൽ അൽഹംദുലില്ലാ നമുക്ക് വിളവെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് റജബ് മാസം നിങ്ങൾ വിത്തിറക്ക് എന്ന് പറഞ്ഞാൽ, കൃഷി ഇറക്കണമെന്ന് പറഞ്ഞാൽ നന്മകൾ ചെയ്യാൻ തുടങ്ങ്. അൽഹംദുലില്ലാ റജബ് മാസം കഴിഞ്ഞ് ശഅബാൻ വരുമ്പോ നനച്ചു കൊടുക്കണം. ശഅബാൻ വരുമ്പോ നനച്ച് നല്ല പാകമാക്കി വെച്ചാൽ റമളാൻ വരുമ്പോ കൊയ്യാൻ പറ്റുന്ന രീതിയിൽ, വിളവെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മടിയുമില്ലാതെ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഖുർആൻ ഓതാനും. നോമ്പ് പിടിച്ച ക്ഷീണം തോന്നുന്നില്ല, ഖുർആൻ എടുത്തു വെച്ചാൽ തുമ്മണില്ല. തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുമ്പോ കയ്യും കാലും കിഴപ്പും മടിയും ഒന്നും വരുന്നില്ല. എന്തുകൊണ്ട്? 2 മാസക്കാലം നമ്മൾ ട്രെയിനിങ് ചെയ്ത് അൽഹംദുലില്ലാ മനസ്സും ശരീരവും ശുദ്ധമാക്കി റമളാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാ പറഞ്ഞത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിതയ്ക്കാനും നിങ്ങൾ അവിടെ നിന്ന് റമളാൻ മാസത്തിൽ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. റജബ് നഷ്ടപ്പെടുത്തിയവന് ശഅബാനും റമളാനും എല്ലാം നഷ്ടപ്പെടും. ആദ്യം മനസ്സിലാക്കേണ്ട ഇതാ. ഇതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാ. 11 മണിയായി, ഞാൻ നിർത്തുകയാ. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, റജബ് നഷ്ടപ്പെട്ടാൽ ശഅബാനും നഷ്ടപ്പെടും, റമളാനും നഷ്ടപ്പെടും. പരിശുദ്ധമായ റജബ് മാസം നഷ്ടപ്പെടുത്തിയവന് ശഅബാനും റമളാനും എല്ലാം നഷ്ടം തന്നെ. നാം അധികം പേരും ഒരുങ്ങാൻ തുടങ്ങുന്നത് എപ്പോഴാ? നമ്മൾ എപ്പോഴാ ഒരുങ്ങാൻ തുടങ്ങാ? നാളെ നാളെ ഒന്നാണോ, പിറകാടാറായോ, എപ്പോഴാ ഒരുങ്ങുന്നത്? അപ്പൊ ഒരുങ്ങുന്നവന് ഒരു പ്രയോജനവുമില്ല. റമളാനിന്റെ തലേ ദിവസം 29 ശഅബാൻ 29ന്റെ രാത്രി റമളാനിന് വേണ്ടി ഒരുങ്ങുന്നവന് എന്തൊരുക്കമാ സഹോദര. അതിനുവേണ്ടി ഒരുങ്ങുന്നവന് ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാൻ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. റജബ് നിങ്ങൾ നേടിയാൽ ശഅബാൻ നിങ്ങൾ നേടും. ശഅബാൻ റജബും ശഅബാനും നിങ്ങൾ നേടിയാൽ റമളാൻ നമുക്ക് നേടാൻ കഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും അതിന് സ്ഥാനം നൽകുകയും, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനും നന്മകളും അധികമായിട്ട് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അല്ലാഹു ബഹുമാനിച്ച മാസത്തെ നാമും ബഹുമാനിക്കുക. ഇന്ന് വരെയുള്ള ശൈലികളിൽ നിന്ന് മാറ്റം വരുത്തി ഈ മാസത്തിനോടൊരു പ്രത്യേകമായിട്ടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഒരു ആദരവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ദിവസത്തിൽ പരിശുദ്ധമായ ഖുർആൻ റമളാൻ മാസത്തിൽ ഖത്തം ഓതാനിരിക്കാതെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റജബ് മാസത്തിൽ ഖുർആനിലെ ഒരു ജുസുവെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യണം. ഒരു ദിവസത്തിൽ ഒരു ജുസു അല്ലെങ്കിൽ ഒരു അര ജുസു അല്ലെങ്കിൽ ഒരു 2-3 സൂറത്തുകളെങ്കിലും നമ്മൾ പാരായണം ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗങ്ങൾ, വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഇതുമായിട്ടുള്ള ഈ ഉപയോഗങ്ങൾ കുറയ്ക്കുക. ഇതും തൂക്കി വെച്ചുകൊണ്ട് 24 മണിക്കൂർ ഇരിക്കുക. അപ്പൊ നോക്കിയേ, ഇപ്പൊ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഇതാ. ഇത് ഇങ്ങനെ എടുത്ത് ചുമന്നുകൊണ്ട് അതും നോക്കിക്കൊണ്ടിരിക്കുകയാ, വേറെ ഒരു പണിയില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ ഉപയോഗങ്ങൾ, നല്ല കാര്യങ്ങൾ കാണുകയും ചെയ്യുന്നവരോട് ഞാൻ കുറ്റം പറയണില്ല, ഇതൊന്നും വേണ്ടെന്നല്ല. നല്ല കാര്യങ്ങൾ പ്രസംഗം കേൾക്കുന്നവരുണ്ട്, ദുആ മജ്‌ലിസുകളിൽ പങ്കെടുക്കുന്നവരുണ്ട്, നല്ല കാര്യങ്ങൾ. പക്ഷേ ഇത് തന്നെ ആകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്മകൾ കേൾക്കുന്നുണ്ട്, അത് ജീവിതത്തിൽ ചെയ്യുക വേണം. ചുമ്മാ ഇങ്ങനെ കേട്ട് എന്തെങ്കിലും ലാഭം വയ്യും വയറ്റും മൂച്ചും മൂതും കേട്ടാ പോലെ. കേൾക്കുന്നത് ജീവിതത്തിൽ ചെയ്യുക ഇവിടെ വേണം. പഠിക്കുന്ന ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ മസലുഹും കമസലിൽ ഹിമാരി യഹ്മിൽ അസ്വാറ, ചുമന്നുകൊണ്ട് നടക്കണ പോലായി പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗങ്ങൾ കുറയ്ക്കുക. നല്ലതിനും അത്യാവശ്യത്തിനും മാത്രം അത് ഉപയോഗിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കാലങ്ങളിലുള്ള ഇബാദത്തുകൾ പഠിക്കുക.
രാത്രി കാലങ്ങളിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് പഠിക്കുകയും ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും അധികമായിട്ട് നമ്മൾ പറയാൻ തയ്യാറാവുക. അല്ലാഹുവിന്റെ മാസമാ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ അധികരിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പഠിക്കേണ്ട ഏറ്റവും അവസാനത്തെ കാര്യം നേരത്തെ ഉണരുക, തഹജ്ജുദ് നിസ്കരിക്കുക. നമ്മളോ താമസിച്ചുറങ്ങും, സുബഹി നിസ്കരിക്കാറില്ല. നാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ കാലത്ത് കിടന്നുറങ്ങ്, നേരത്തെ എഴുന്നേക്ക്, തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യ്. അതുപോലെ തന്നെ മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സുബഹിക്ക് ശേഷമുള്ള സമയം, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലുള്ള സമയം, ആ സമയങ്ങൾ പാഴാക്കി കളയാതെ ഖുർആൻ ഓതുകയും ദിക്റുകൾ പറയുകയും നന്മകൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ദുഹാ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം, എൻ്റെ വിത്ർ നിസ്കരിക്കണം, തസ്ബീഹ് നിസ്കരിക്കണം, അവ്വാബി നിസ്കരിക്കണം. ഇങ്ങനെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഈ റജബിലും ശഅബാനിലും ചെയ്താൽ തറാവീഹിന്റെ 20 റക്അത്ത് നിനക്കൊരു പ്രയാസമാകില്ല, അതൊരു ബാധ്യതയാകില്ല, അതൊരു ക്ഷീണമുള്ള നിസ്കാരമാകില്ല. അൽഹംദുലില്ലാഹ്, ഇബാദത്ത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, അതിന് പാലിനേക്കാൾ വെളുത്തതാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സ്വർഗ്ഗത്തിലെ റജബ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, അത് പാലിനേക്കാൾ വെളുത്ത നിറവും തേനിനേക്കാളും മധുരമുണ്ട്. ആരെങ്കിലും റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ റജബ് എന്ന് പറയുന്ന ആ നദിയിൽ പോയി കുടിക്കണ്ടേ, അതിൽ കിടന്ന് ഉല്ലസിക്കണ്ടേ. ആരെങ്കിലും പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുകയും ആ പരിശുദ്ധമായ മാസത്തെ ആദരിക്കുകയും ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരുവികളും തേനിരുവികളും ഒഴുകുന്ന ലഹും ജന്നാത്തിനു തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലിരുവികളും തേനിരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിലെ നദിയിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കുവാൻ, ആ സ്വർഗ്ഗത്തിൽ കിടന്ന് ആസ്വദിക്കുവാനുള്ള അവസരം അല്ലാഹു നിനക്ക് നൽകുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, ഇത് കളിക്കേണ്ട മാസമല്ല, തമാശ പറയേണ്ട മാസമല്ല, വെറുതെ പാഴാക്കി കളയേണ്ട മാസമല്ല. പടച്ചവനെ ഓരോ നിമിഷത്തിനും വിലയുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ കരുണയും പടച്ചവന്റെ കാരുണ്യവും പടച്ചവന്റെ സഹായവും പടച്ചവന്റെ ദയയുമില്ലാതെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ല. അതുകൊണ്ട് ഈ മാസത്തെ ആദരിച്ചതിന്റെ പേരില്, ഈ മാസത്തെ ബഹുമാനിച്ചതിന്റെ പേരില്, ഈ മാസത്തിന്റെ മഹത്വവും ഈ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി അല്ലാഹുവിന്റെ മാസത്തെ ആദരിച്ചതിന്റെ പേരില്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. അതിനുള്ള പരിശ്രമങ്ങളും തയ്യാറെടുപ്പുകളും നടത്തണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ മാസത്തിന് നിങ്ങൾ ആദരിക്കുക നിസാരമാക്കരുത്. നിങ്ങൾ നിസാരമായി മുഹറത്തെ പോലെ, അല്ലെങ്കിൽ സഫറിനെ പോലെ, റബീഉൽ അവ്വലിനെ പോലെ, അങ്ങനെയുള്ള മാസങ്ങളെ പോലെ നിസാരമായി കാണാതെ ഇത് അല്ലാഹു ആദരിച്ച മാസമാണെന്ന് മനസ്സിലാക്കി റമളാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്ത്. കരുണക്കടലായ അല്ലാഹ്, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ പരിശുദ്ധമായ റജബ് മാസത്തില് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ഈ ദിക്ർ പഠിച്ചു വെച്ചോ. ഈ
റജബിൽ നിങ്ങൾ പറയാറുള്ളതാണ്, ശഅബാനിലും പറയാറുള്ളതാണ്. എല്ലാ ദിവസവും ഈ പറയുന്ന ദിക്ർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ 3 പ്രാവശ്യമെങ്കിലും 3, എത്ര പ്രാവശ്യമാണോ നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുന്നത് നിങ്ങൾ അധികമായിട്ട് ഈ ദിക്ർ പറയണേ. അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുവിനോട് പറയണം, അല്ലാഹുമ്മ ഗുഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ പരിശുദ്ധമായ റജബ് മാസത്തില് എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ഒരു ദുആ നിങ്ങൾ പഠിച്ചു വെച്ച് പറഞ്ഞോ, നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗുഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം. വർഹംനി, അല്ലാഹുവേ നീ എനിക്ക് കരുണ കാണിക്കണം. ഇതല്ല വേറൊന്നുമില്ല. അല്ലാഹുമ്മ ഗുഫിർലി, അല്ലാഹുമ്മ റഹംനി വതുബ് അലയ്യ. അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.